വിവോടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിപിൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലൊരു ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ നമുക്ക് എങ്ങനെ വൈൻഡ് ചെയ്യാം, അത് നമുക്ക് എങ്ങനെ സർക്യൂട്ടിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. പലർക്കും സംശയം ഉണ്ടാവും, ഇത് എങ്ങനെയാണ് വൈൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്ന പോലെ ഒത്തിരി സംശയമുണ്ട്. അപ്പൊ നമുക്കിന്ന് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം. അതിനുമുമ്പ് ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ താഴത്തെ സബ്സ്ക്രൈബ് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രാൻസ്ഫോമർ. ഇതിലാണ് നമ്മൾ ഇനി വൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ഫസ്റ്റ് പാർട്ട് ഈ കോറാണ്. 2 കോറാണ് ഉണ്ടാവുക. ഇതാണ് നമ്മുടെ ബോബിൻ. ഇതിലാണ് നമ്മൾ കോപ്പർ വയർ ചുറ്റുന്നത്. പിന്നെ ആവശ്യത്തിൽ നമുക്ക് ലെഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ലെഗിൽ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാൻ പോകുന്നതിൻ്റെ ടേൺസ്. നമ്മൾ യൂസ് ചെയ്യുന്നത് 40 ഗേജ് കോപ്പറും 26 ഗേജ് കോപ്പറുമാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ 26 ഗേജുള്ള കോപ്പർ എടുക്കാം. എവിടെ നിന്നാണോ വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഫസ്റ്റത്തെ ലെഗിൽ നമ്മൾ ഒരു സൈഡ് നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യാം. കോപ്പർ വയർ ചുറ്റുമ്പോൾ മാക്സിമം അടുപ്പിച്ച് ചുറ്റാൻ നോക്കുക, ഗ്യാപ്പില്ലാതെ. ഇപ്പം നമ്മൾ പ്രൈമറി വൈൻഡിങ് ചുറ്റിക്കഴിഞ്ഞു. നമുക്കത് ലെഗിലേക്ക് കണക്ട് ചെയ്ത് വയ്ക്കാം. പിന്നെ കറക്റ്റ് നീളം വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതുപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നമുക്കത് കോയിൽ ഇൻസുലേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ 40 ഗേജ് കോപ്പർ വയർ എടുത്തിട്ടാണ് നമ്മൾ അടുത്ത സെക്കൻഡറി സെക്ഷൻ ചുറ്റുന്നത്. അത് നമുക്ക് വേണ്ടത് 450 ടേൺസ് ആണ് വേണ്ടത്.
ഇപ്പം നമ്മുടെ വൈൻഡിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രൈമറിയുടെ 2 വയറും സെക്കൻഡറിയുടെ 2 വയറും നമുക്കുണ്ട്. ഇനി നമുക്ക് ലെഗിലേക്ക് ഇത് സോൾഡ് ചെയ്ത് പിടിപ്പിക്കണം. അതിന് മുമ്പ് കോപ്പർ വയേഴ്സിൻ്റെ ഇൻസുലേഷൻ നമുക്ക് കളയേണ്ടതുണ്ട്, ഇല്ലെങ്കിൽ ലെഡ് പിടിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലത്തെ നൈഫ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കതിൻ്റെ ഇൻസുലേഷൻ കളയാം. ഇപ്പോൾ നമ്മൾ ഇൻസുലേഷനെ കളഞ്ഞ് നമ്മുടെ ലെഗിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി സോൾഡർ ചെയ്യാതെ ലൂസാവാതിരിക്കാൻ വേണ്ടി സോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സോൾഡറിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി എല്ലാ ലെഗിലും കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിത് മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. ഓക്കെ, റീഡിങ് ആവുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കോർ നമുക്കിനകത്തേക്ക് കണക്ട് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതേപോലെ ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഇനി നമുക്കിതൊരു സർക്യൂട്ടിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന ഒരു ഫ്ലോറസെൻ്റ് കത്തുന്ന ഒരു സർക്യൂട്ടിലേക്കാണ് ഇത് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മൾ സർക്യൂട്ടെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണക്ഷൻസ് എല്ലാം കൊടുത്തു. നമ്മൾ ഒരു 12 വോൾട്ട് ബാറ്ററിയിലേക്കാണ് നമ്മൾ ഇത് കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ സെക്കൻഡറിയിൽ നമുക്ക് കറണ്ട് വരുന്നുണ്ടെന്ന് നോക്കാം. ബാറ്ററി കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ടെസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് കത്തും. ഇത് 450 ടേൺസിൻ്റെ സെക്കൻഡറിയിലാണ് നമുക്കിങ്ങനെ കറണ്ട് കിട്ടുന്നത്. നമുക്കിനി ഇത് എത്ര വോൾട്ട് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.